ഫിഗർ ഓക്കെ. ഇനി ഡയലോഗും എക്സ്പ്രഷനും നിന്റെ കയ്യിലാണ്. രാജപ്പാ ഒക്കെ വർക്കൗട്ട് ആവോ? ഏടാ ആകെ 1 മണിക്കൂർ നേരത്തേക്കല്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ല അതിന്റെ ഇടയിൽ നിന്റെ മുതലാളി ഇങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ? ഏയ് മൂപ്പര് ബിസിനസ് ട്രിപ്പിലാ, 2 ദിവസം കഴിയും വരണമെങ്കിൽ. അപ്പൊ പിന്നെ സേഫ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മല്ലേ? എന്ത് എടാ ഇത് കൊളാക്കോ? ഇനിയെങ്കിലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. അവള് UK-യിൽ നേഴ്സാണ്. ഇന്നത്തെ ഫ്ലൈറ്റിൽ അവക്ക് UK-യിലേക്ക് തിരിച്ചു പോണം. അപ്പൊ പോകുന്നതിന് മുമ്പ് അവക്ക് എന്റെ വീടും വീട്ടുകാരൊക്കെ നേരിട്ട് കാണണമെന്ന്. ഈ പറഞ്ഞ 2 സാരും എനിക്കില്ലല്ലോ. അപ്പോ അവള് വന്ന് പോകുന്നവരെ നിന്റെ മുതലാളിയുടെ ഈ വീടാണ് എന്റെ വീട്. പിന്നെ എനിക്ക് ഡാഡി മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ അവളോട് പറഞ്ഞത്. അവനക്ക് താടിയല്ലോ, മീശ മാത്രമല്ലോ. താടി എന്നാണ് ഞാൻ പറഞ്ഞത്. ഡാഡി ഡാഡി. അടുത്ത 1 മണിക്കൂറിന് നീയാണ് എന്റെ ഡാഡി. ഈ കള്ളത്തരം നോക്കും മനസ്സിലാവാ എന്നാ മതി. അതിന് മാത്രമുള്ള ബുദ്ധി നോക്കില്ല. അത് നിന്നെ പ്രേമിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എന്നാലും രാജപ്പാ ഇതെങ്ങനെ നീ സെറ്റാക്കി എടുത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇൻസ്റ്റാ കേറി വളച്ചതാ. ഇഷ്ടൂക്കറി വലിച്ചാ? ഇഷ്ടൂക്കറി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ കേറി ഞാൻ വളച്ചെടുത്തതാണ്. പൊന്നപ്പ അവള് UK-യിൽ എത്തിയാൽ അപ്പൊ തന്നെ എനിക്ക് വിസ അയച്ചു തരും. ഞാൻ കേറുന്നു, അവളെ കെട്ടുന്നു, സെറ്റിലാവുന്നു. പൊന്നപ്പ പൊന്നപ്പ എന്തെങ്കിലും പറ്റിയോ? എന്താണെന്ന് ഒരു വിസ ഒപ്പിച്ചെന്നാ വേണമെങ്കിൽ ഞാനും കേറി വരാം ഞങ്ങളൊപ്പം UK-ക്ക്. അവിടെ എനിക്കൊരു അച്ഛൻ ആവശ്യം വന്നാലോ? ആവശ്യം വരൂല. കാരണം അവിടെ എത്തിണ്ടെങ്കിൽ ഞാൻ തന്നെ അച്ഛനായിക്കോളാം. ഈ വേഷം കേട്ടിട്ടോ? അല്ലല്ല, അവളുടെ കൊച്ചിന്റെ അച്ഛനായിക്കോളാം. അതുകൊണ്ട് മോനെ പൊന്നപ്പ നീ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് തല ഉണ്ടാക്കാതെ ഞാൻ പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർത്ത് നോക്ക്. നിന്റെ പേരെന്താണ്? പൊന്നപ്പൻ. പൊന്നപ്പനല്ല, തങ്കപ്പൻ. അതങ്ങനല്ലോ. ഓ നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. ഇത് മിമിക്രി ചെയ്യാനുള്ള സമയമല്ല. ഞാൻ ചോദിച്ചത് നിന്റെ, അതായത് എന്റെ ഡാഡിയുടെ പേരെന്താണ്? ബെഞ്ചമിൻ വീണു. ആര് പേരാ? ബെഞ്ചമിൻ വീണു എന്നല്ല, ബെഞ്ചമിൻ ബ്രൂണോ. രാജു, ബാബു, ലോകത്ത് വേറെ എന്തൊക്കെ പേരുണ്ട്. എന്തിനാണ് ഈ വായ കൊള്ളാത്ത പേരൊക്കെ? അതെന്താന്നറിയോ? ഈ കോടീശ്വരനായ ഒരു ഡാഡി ആവുമ്പോ കടിച്ചാ പൊട്ടാത്ത ഒരു പേര് വേണം. നമുക്ക് എള്ളുണ്ടാന്നിട്ടാലോ? കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം വാങ്ങിയിട്ടേ കടിച്ചില്ല. വേണ്ട 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 വേണ്ട, നീ പറഞ്ഞ പേര് മതി. അത് പിടിച്ചോ. പിന്നെ എന്റെ പേരെന്താണ്? രാജപ്പൻ. എന്റെ പേരെന്താ പറയടാ? ഡേവിഡ്. പിന്നെ വേറൊരു കാര്യം, അവള് വന്നു കഴിഞ്ഞാലേ അവളെ മുന്നിൽ തകർത്ത് അഭിനയിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റി. എടാ ഇതിന്റെ മുന്നത്തെ വീട്ടില് ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടല്ലേന്നോ ഞാൻ 3 വർഷം ജോലിക്ക് പോയിന്നേ. അഭിനയിച്ചിട്ടോ? അപ്പൊ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലേന്നോ? എവിടെ ഒരു ഊഹം വെച്ചങ്ങോട്ട് ഗീച്ചേർന്ന്. പൊന്നപ്പാ രാജപ്പാ, അഭിനയത്തിന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഇതെന്താ എന്റെ കൈ വറക്കണത്? അതെന്റെ വിരലുകൾ വരെ അഭിനയിക്കുന്നത്. എടാ വെറുതെ ആണോ കേരളോത്സവത്തിന് എന്നെ മികച്ച നടനാക്കിയത്? എന്തായാലും വീട്ടില്ല, ഓളെ മുന്നിൽ ചെന്ന് അഭിനയിച്ച് കണ്ടാ മതി. എടാ നീ ഓള് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, അകത്ത് പോയിന്നോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി കേട്ടോ. അഭിനയിക്കാൻ മറക്കരുതേ. ഷീല, പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഡേവിഡിന്റെ വീട്ടുപേര് തൈപ്പറമ്പിൽ എന്നല്ലേ? അതെ. പക്ഷെ വീടിന് മുന്നിൽ നെയിം ബോർഡില് പ്ലാൻ ചോട്ടിൽ നിന്നാണല്ലോ. ചോട്ടിൽ അതെന്താന്നറിയോ? കുറെ മുന്നേ ഞങ്ങളുടെ പറമ്പിൽ ഒരു തയ്യേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് തൈപ്പറമ്പിൽ. ഇപ്പൊ വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോ ഈ തയ്യങ്ങ് വളർന്നു വളർന്നു വലിയൊരു പ്ലാവായി. പ്ലാൻ ചോട്ടിൽ. എന്റെ ശീല, അത് തയ്യാണെങ്കിൽ നമുക്ക് പറമ്പിൽ വെക്കാം. ഇത് വലിയൊരു മരമായി കഴിഞ്ഞാൽ നമുക്ക് മടിയിൽ വെക്കാൻ പറ്റുമോ? എന്റെ ശീല, പറ്റുമോ ഇല്ലയോ അത് പറയൂ. പറ്റുമോ ഇല്ലയോ പറയൂ ശീല. പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഞാനേ ഡാഡി അങ്ങോട്ട് വിളിക്കാം. ഡാഡി, ഡാഡാ വന്ന് നോക്കിയേ.
എന്താണ് ഈ കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കാണിക്കുന്നത്? ഞാൻ നീയല്ലേ പറഞ്ഞപ്പോ അവളെ മുന്നിൽ അഭിനയിക്കാൻ. ഇതാണോ അഭിനയം? ഇതിനാണെങ്കിൽ കേരളോത്സവത്തിന് കേരളോത്സവം അടുത്ത മാസം നടക്കാൻ പോണ കേരളോത്സവത്തിന് ഇപ്പൊ തന്നെ റിഹേഴ്സൽ തുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? ഡാഡി, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഹായ് ശീലാഗിരി. അതിന്ന് അപ്പൊ തന്നെ ഏൽപ്പിച്ചൂടേന്നോ? എന്ത് ശീലഗിരി അറിഞ്ഞ് പേരാ പറഞ്ഞ ശീലാഗിരിന്ന്. ആട്ടെ, പപ്പ എന്ത് ചെയ്യുന്നു? അങ്ങനെ ചോദിച്ചാ പുഴുങ്ങി തിന്നാം, മാട്ടി കഴിക്കാം. എന്ത് കപ്പ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ കപ്പെന്നല്ല, അപ്പൊ ശീല പപ്പാന്ന് വിളിച്ചതാ. ഞാൻ ഡാഡി എന്നാണ് വിളിക്കാറ്, അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ. എന്നാ ഡാഡി എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടുത്തെ വേലക്കാരൻ. ശീല, സത്യത്തിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ വേലക്കാരല്ലേ? ദൈവം ചെയ്യാൻ ഏൽപ്പിച്ച ആ ജോലികൾ ചെയ്യാൻ വിധിക്കപ്പെട്ട വെറും വേലക്കാർ. ഡാഡിക്ക് ഈ ഫിലോസഫിയുടെ ചെറിയൊരു അസുഖമുണ്ട്. അതെ അതെ, ഇപ്പൊ ഗുളികയൊക്കെ കുടിച്ച് കൊറേ ഭേദമുണ്ട്. എന്ത് നീ പറഞ്ഞ അസുഖം? അയ്യോ, ഡാഡി ഭയങ്കര ഫണ്ണാണല്ലോ. സോ ക്യൂട്ട് ഡാഡി. ഡാഡി വിട്, ഡാഡി മതിയാക്ക്. ഡാഡി ഡാഡി വിടടാ. ഡാഡി ഇങ്ങനെ ഹഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്ക് ശ്വാസം മുട്ടൂലേ? പെൺമക്കളില്ലാത്തൊരു അച്ഛന്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഇതെന്റെ മരുമോളല്ല, എന്റെ സ്വന്തം മോളാണ്. സ്മോളെ തീരെ കൊളസ്ട്രോളും ഷുഗറും മാത്രല്ല, ഡാഡിക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതലാണ്. വീടൊക്കെ നല്ല അടിപൊളിയാണല്ലോ. ഡാഡി ഒരു ആർക്കിടെക്ട് ആയിരുന്നല്ലേ? ഞാൻ ആക്രി വെറുക്കാൻ പോയ കാര്യം. ആർക്കിടെക്ട്, വാസ്തുശില്പം. അതെ അതെ, മോള് പറഞ്ഞ സാധനമാണ് ഞാൻ. മോളിങ് വന്നേ, ഡാഡി ചോദിക്കട്ടെ. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും മാത്രം. ധാരാളം. അച്ഛൻ ഗിരി. അപ്പൊ അമ്മ പാമ്പാണോ? എന്താ പറ്റി ഡാഡി? ചെവിയിലെന്തോ പ്രാണി പോയി തോന്നുന്നു. കിരി 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 കിരിന്നൊരു സൗണ്ട്. അത് ഞാൻ ശീലയുടെ അച്ഛന്റെ പേര് പറഞ്ഞാണ്, ഗിരിന്ന്. ഓഹോ, മിസ്റ്റർ ഗിരി എന്ത് ചെയ്യുന്നു? അച്ഛൻ റിട്ടയർഡ് ഐജിയാ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി സംസാരിക്കും. എനിക്ക് പോയിട്ട് എന്താ അത്യാവശ്യം? എന്തത്യാവശ്യം? ഞാൻ ഇന്നത്തെ പേപ്പർ വായിച്ചിട്ടില്ല. ഡാഡി എവിടെ പോണ്? ഞാൻ നീ പറഞ്ഞ കേട്ടില്ല, അവളെ തന്ത പോലീസാണ്. പേടിക്കണ്ട. ഡാഡി ഇത്രയും വലിയ വീട്ടിൽ ഡാഡി ഒറ്റയ്ക്കാണോ താമസം? അല്ല, ഈ ഇടയ്ക്ക് മുതലാളി വരുന്നുണ്ടല്ലോ. മുതലാളിയാ? ഒന്ന് പറഞ്ഞു കൊടുക്കടാ, ഞാൻ ചുമച്ച് തീർക്കട്ടെ. അതായത് പറഞ്ഞത് മൂത്ത ലാലി വരാറുണ്ട്. ഡാഡിയുടെ മൂത്ത സിസ്റ്റർ ലാലി ആന്റി ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കും, അതാണ് പറഞ്ഞത്. ഓ, ആ ചുമ കണ്ട് മാറി. എപ്പോഴും ചുമക്കാറുണ്ടോ? ഏയ്, ഉത്തരം മുട്ടുമ്പോ മാത്രം. ശ്വാസം മുട്ടുമ്പോ മാത്രം ചുമ. പിന്നെ ശീലക്കറിയോ, ഒരു കാലത്ത് ആനയും അമ്പാരിയുമുള്ള തറവാടായിരുന്നു ഞങ്ങളുടേത്. എന്നിട്ട് ഇപ്പോഴോ? ആന ചത്ത്. കുമ്പാരി ഇപ്പൊ കോമഡി സ്കിറ്റ് ഒക്കെ കളിച്ചാണ്. കാര്യം പറയാടാ, കുമ്പാരി ഇപ്പൊ അയച്ചമേറലുണ്ട്. ഡേവിഡ്, ഞാൻ വന്നപ്പോ മുതലേ ചോദിക്കണം എന്ന് വിചാരിച്ചാ. ചോദിച്ചോ, എന്തിനാ മടിക്കണത്? ഡേവിഡിന്റെ മമ്മി അവളെ ഓസ്ട്രേലിയയിലാ. അവള് ഓസ്ട്രേലിയയിലാ. എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഞാൻ പറയാം, അവൾ ഓസ്ട്രേലിയയിൽ വെച്ച് മരിച്ചു. എങ്ങനെ? അത് ഞാൻ എങ്ങനെ പറയും? നീ പറഞ്ഞു കൊടുക്കടാ, എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് പറയടാ. ശീല, ഞങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തിയതിന്റെ പിറ്റേ ദിവസം നാട്ടിൽ നിന്ന് കുറച്ച് കാന്താരി മുളകിന്റെ അച്ചാറ് കൊണ്ടായിരുന്നു. പക്ഷെ അന്ന് തന്നെ ആ കാന്താരി വളിച്ചു പോയി. കാന്താരി മുളക് വളിക്കൂ? ഇല്ലെങ്കിൽ നമ്മളിപ്പോ പറയണ കഥ മൊത്തം വളിക്കും. അപ്പോ ഈ ഓസ്ട്രേലിയയില് നമ്മളെ നാട്ടിലത്തെ പോലെ ഈ വേസ്റ്റ് പുറത്ത് കളയാനൊന്നും പറ്റൂല. അമ്മ നോക്കിയപ്പോ റോഡ് സൈഡിൽ മറ്റേ ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, അത് കിടക്കുന്നുണ്ട്. അമ്മ ഈ കാന്താരി മുളക് കൊണ്ടുപോയിട്ട് ആ ഡസ്റ്റ്ബിന്നിൽ ഇട്ടതാ. സ്പോട്ടിൽ മരിച്ചുപോയി. കാന്താരിമുളക് ഡസ്റ്റ്ബിന്നിലിട്ട് എങ്ങനെ മരിക്കുക? അയ്യോ, അത് ഡസ്റ്റ്ബിൻ ആയിരുന്നില്ല, ഓസ്ട്രേലിയയിലുള്ള ജീവനുള്ള ഒറിജിനൽ കങ്കാരു ആയിരുന്നു. അതിന്റെ സഞ്ചിക്കാണ് ഈ കാന്താരി മുളക് മൊത്തം കൊണ്ടുപോയി തട്ടിയത്. കങ്കാരു ചാടി ഒരു തൊഴി. അയ്യോ, പോട്ടെ 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 പോട്ടെ. ശീല, അയ്യോ, എന്ത് പറ്റി ഡാഡി?
അന്ന് തുടങ്ങിയതാണ് മോളെ എന്റെ ഈ ഏകാന്ത നാടകം, ഈ ഏകാന്ത ജീവിതം. ഇനി നിങ്ങൾ UK പോയാൽ ഡാഡി വീണ്ടും ഒറ്റയ്ക്ക്. ഡേവിഡ്, അങ്ങനെയാണെങ്കിൽ ഡാഡിയെ കൂടി നമുക്ക് UK കൊണ്ടുപോയാലോ? അയ്യോ, അത് പറ്റൂല. അപ്പൊ ഡാഡിക്ക് ഈ വീട്ടിൽ നിന്ന് വരാൻ തീരെ ഇഷ്ടം ഉണ്ടാവില്ല അല്ല ഡാഡി? ഇഷ്ടമില്ലെങ്കിലും എന്റെ മോള് വിളിച്ചത് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഡാഡി, മമ്മിയുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഡാഡിക്ക് പോണോ? എന്നാ നീ എന്റെ അമ്മയുടെ ഓർമ്മ കെട്ടിപ്പിടിച്ചിരുന്നോ? ഞാനും മോളും കൂടി UK പോയച്ചും വരാം. മമ്മിയുടെ ആത്മാവ് പൊറുക്കൂല. അതെ അതെ, നിങ്ങൾ ഈ കാര്യത്തിൽ തർക്കിക്കേണ്ട, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാക്കാം. എനിക്ക് ഫ്ലൈറ്റിനുള്ള ടൈമായി, ഞാൻ പോയാലോ? ഓക്കെ ഓക്കെ മോളെ. ഓക്കെ, ബൈ 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 ബൈ. See you. നിനക്ക് UK വരണം അല്ലടാ? ഞാനും കൂടി രക്ഷപ്പെടാ. UK പോയിട്ട് നീ എന്ത് ചെയ്ത് ജീവിക്കടാ? ഞാൻ പിച്ചെടുത്ത് ജീവിച്ചോളാം. എടാ, അവിടുത്തെ പിച്ചക്കാരൊക്കെ ഇംഗ്ലീഷിലാ സംസാരിക്കുക. നിനക്ക് എന്ത് കോപ്പറിയാതാ? ആംഗ്യ ഭാഷ കാട്ടി പിച്ചെടുത്തോണ്ട്. നിന്റെ ആംഗ്യ ഭാഷ. അമ്മേ, എടാ, പിന്നെ ഞാൻ ശരിയാക്കി തരാം. നീ നിനക്ക് UK പോണല്ലേ? ഡാഡി, ശീല. അത് ഞാൻ കണ്ടടാ, അതല്ലേ മുങ്ങണത്. അയ്യോ, അതിന്റെ ഇടയിൽ ഡാഡി പോയി ഡൈയൊക്കെ ചെയ്താ. കുറച്ചും കൂടി വൈകുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഡൈ ആയനെ. ശീല എന്തേ പെട്ടെന്ന് തിരിച്ചു വന്നത്? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ക്ലൈമാക്സും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഡാഡിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ബെഞ്ചമിന്ന് ബെഞ്ചമിൻ ബ്രൂണോ? ഓർമ്മ പേര് പറടാ. രാജപ്പൻ. രണ്ടപ്പന്മാരും പോവാൻ റെഡി ആയിക്കോ. UK അല്ല, ലോക്കപ്പിലേക്ക്. ഷീല എന്താ ഈ പറയണത്? വെറും ശീലല്ല, SI ശീലാഗിരി. അല്ല, SI എന്നുള്ളത് മോളെ ഇനീഷ്യലാണോ? എടോ, സബ് ഇൻസ്പെക്ടർ ശീലാഗിരി. നീ എന്തിനാ 2 കയറ്റി സെല്യൂട്ട് അടിക്കുന്നേ? കാല് നെറ്റീമിക്ക് എത്തി, അതുകൊണ്ട് വരെ ഞാൻ സെല്യൂട്ട് അടിച്ച് പോലീസ് പേടിയാണ്. എടാ, സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത് പാവപ്പെട്ട പെൺകുട്ടികളെ പറ്റിച്ചു നടക്കുന്ന നിന്നെ പോലെയുള്ള ഫ്രോഡുകളെ പിടിക്കാനുള്ള പോലീസിന്റെ പുതിയ പദ്ധതിയാണിത്, ഓപ്പറേഷൻ തൂഫോൺ. അപ്പൊ എങ്ങനെയാ പോവാ? ഓടി തള്ളിക്കടാ.